വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജയ്പൂർ സൂയിലേക്കാണ്. ജയ്പൂർ സൂ എന്ന് പറയുന്നത് നമ്മുടെ ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് വരുന്നത്. ജസ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമുക്ക് ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൻ്റെ സൈഡ്. ഇതാണ് ആൽബർട്ട് ഹാൾ മ്യൂസിയം. ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ജയ്പൂർ സൂ വരുന്നത്. നമ്മുടെ കൂടെ അനുമോളുണ്ട്. ഹായ് ഗൈസ്. എന്ത് മൃഗം അത്? ഓ ഗോഡ്, ഇതൊക്കെ ഇങ്ങനെ ചത്ത പറ്റിക്കുന്നു. ഇതിനൊരു ഉഷാറില്ല. ഇവിടെ എവിടാണ് ഗൈസ്? ഇത് പശുക്കൾ പോലിരിക്കുന്ന എന്തൊരു സാധനമാണ് ഗൈസ്. അതുങ്ങൾക്ക് ഒരു ഉഷാറില്ല ഗൈസ്. എന്താണ് ഇതുങ്ങളൊക്കെ കൂട്ടിലിട്ടിരിക്കുന്ന ഇതിന്റെ പേര് നിങ്ങൾ കാണും, സാമ്പാർ ഡിയർ. എവിടെ അത് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തിരിക്കാൻ പറ്റില്ല ഗൈസ് ക്യാമറ, അതുകൊണ്ടാണ്. സാമ്പാർ ഡിയർ ആണ്. ഇതിന്റെ ലൈഫ് സ്പാൻ 15 വർഷമാണ്. ഇതിന്റെ ലൈഫ് സ്പാൻ 180 കിലോ. ഇങ്ങനെ വറുത്ത് തിന്നാവാ. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഗൈസ് 5 അരമണിക്കൂറിനുള്ളിൽ ഇത് അടയ്ക്കുന്നതെന്നാണ് ഗൈസ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ 4:30 ഓൾറെഡി. ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ മൃഗങ്ങളെല്ലാം കണ്ടു തീർക്കണമെന്നാണ് അവർ പറഞ്ഞത്. കുറച്ചുകൂടെ നമ്മൾ മൃഗശാലയിലേക്ക്, പക്ഷേ അടുത്ത മൃഗത്തിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. മാനാണ് മാൻ കാണിച്ചു തരാമേ. മയിലിനെ കാണുന്നുണ്ടോ? മയിൽ ഗൈസ്, മയിൽ. വാ, മയിൽ കൊത്താറില്ലേ? ഞാൻ പാവല്ലേ. ഇത് മാനിനെ കണ്ടോ ഗൈസ്? മാൻ പരിമിതി കാരണം നമ്മൾ വേഗം നടക്കുകയാണ്. ഒരു മൃഗത്തിനെ ശരിക്കും കണ്ടിറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ വൺ ഡേ മുതല ചുണ്ടിങ്ങനെ നീണ്ടിട്ടുള്ള മുതലാണ്. ഒറിജിനൽ മുതല നേരിട്ട് കാണണം. അതാണ് ആദ്യമായിട്ട് മുതലേനെ കാണുന്നത്. ചുണ്ട് നീണ്ട മുതല കൈസ്. നിങ്ങൾ കാണിച്ചു തരാറ് കണ്ട കൈസ്. ഈ മുതലേക്ക് ചുണ്ട് നീണ്ട ചുണ്ടുള്ള മുതല. പുസ്തകത്തിനകത്ത് പോയിട്ട് 2 ഉണ്ട്. ഒരു മൈലി നടപ്പുണ്ട്. സൂപ്പർ. അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അടുത്തതും ഇവിടെ എന്തൊരു മുതല കിടക്കുന്ന വെള്ളത്തില് ആണോ? ഇതേ കിടക്കുന്നുണ്ടോ? കാണുന്നുണ്ട് ഞാൻ. തല മാത്രം കണ്ണ് മാത്രം മുളച്ച് പോയിട്ട്. യെസ് ഗൈസ്, ഇവിടെ ഒരു മുതലാണ് കാണിച്ചത്. ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതോ അവിടെ ഒരു പരുന്തുണ്ട്. അതിൻ്റെ നിൽക്കി ഇതേ ഒരു വലിയൊരു മുതല ഗൈസ്. 2 മുതലകൾ. അയ്യോ എന്ത് രസം. ഇതതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടോ? ഇതോ there is one മുതല and this is another മുതല. ക്യാമറ ഒക്കെ നോക്കുമ്പോൾ ഇന്ന് പാമ്പ് കിടക്കുന്നു ഈ വയറ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇഷ്ടമാവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും തോന്നുന്നു അതിന് ഇഷ്ടമാവുന്നില്ല. അതിൻ്റെ കഴുത്തിലൊക്കെ ലേബലുണ്ട്. ലേബലല്ല ഈ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ട്. ഒരു ഓസ്ട്രിച്ച് അവിടെ ഇരുന്ന് കുടുങ്ങാ കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഓസ്ട്രിച്ച് അധികം നടപ്പുണ്ട്. അതിനിടയ്ക്ക് കുറേ മയിലുകൾക്ക് ഇവിടെ എല്ലായിടത്തും പ്രവേശനമുണ്ട്. ഓസ്ട്രിച്ചിനെ കണ്ടു. ഓസ്ട്രിച്ച് തന്നെ അല്ലേ അത്? അതെ, ഓസ്ട്രിച്ചാണ്. വലിയ കഴുത്തൊക്കെ ആയിട്ട്. ഞാൻ പണ്ടെങ്ങാണ്ട് ഓസ്ട്രിച്ചിനെ കണ്ടാണ്. എപ്പോഴാ മൈസൂർ വെച്ച് അതിന് മുട്ട തപ്പി പോകുന്ന അനുമോൾ. പണ്ടെങ്ങാണ്ട് ഓസ്ട്രിച്ചിനെ കണ്ടത്. അതിന് ശേഷം ഇപ്പോഴാണ് ഓസ്ട്രിച്ചിനെ കാണുന്നത്. എനിക്ക് മൃഗശാലകളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ വരണമെന്ന് ഓർത്ത്. ഇത്ര അടുത്തൊരു മൃഗശാല ഉണ്ടായിട്ട് ഞാൻ ഇന്നലെയാണ് ഞാൻ കണ്ടുപിടിച്ചത് ഇവിടെ ഒരു സൂ ഉണ്ടെന്നൊക്കെ. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു കുളമാണ്. കുളത്തിൽ ചിലപ്പോൾ ഇതായിരിക്കും സ്വാനും വലിയൊരു മുതല വലിയൊരു മുതല നമ്മളെ കണ്ടിരിക്കും. ഒരു ഈകള്. പിന്നെ ഇതിനകത്ത് മറ്റേ ഇതാണ് ഫ്ലെമിംഗോ എന്ന് പറയുന്ന സാധനം. ഞാൻ ഫ്ലെമിംഗോനെ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. അത് പറക്കുന്നതാണ്. എന്ത് രസാ. ഇത് കേജിനകത്താണ്. ഇത് പുറത്തേക്കൊന്നും കൊത്തൊന്നുമില്ല ഗൈസ്. ഇവൾക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. പിന്നെ കൊത്തി കഴിഞ്ഞിട്ട് കാണാൻ പറ്റിയ ഗൈസ്. എനിക്കൊന്നാ LKG ഓർമ്മകൾ ഇപ്പോഴും അവൾ അയവിറക്കുന്നു. നമ്മളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 23 റുപ്പീസാണ് പെർ പേഴ്സൺ. ഇത് വെച്ചിട്ട് ഇവർക്കൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദ സ്വാൻ. ദിസ് ഇസ് ദ സ്വാൻ. എനിക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു പഠിത്തു. ഓക്കെ, ദിസ് ഇസ് ദ സ്വാൻ. ഓക്കെ ഗൈസ്, നമ്മളിതിനെ ക്രൊക്കഡൈലിനെ കാണാൻ വിളിച്ച് കിടക്കുകയാണ്. 7 നിമിഷവും കിടക്കുന്നത്. ഓ മൈ ഗോഡ്, ഇതിന് സ്റ്റാച്ചു ആണ്. ഇതിന് അനങ്ങാത്തത്. ഒരു മനുഷ്യൻ്റെ അത്രയും വലിയ കയ്യടി ഇതിന്.
ഇല്ല ഗൈസ്, ഇനി നമുക്ക് വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഇതെല്ലാം കണ്ടു തീർക്കണം. അതാണ് നമ്മുടെ സിംഹമുണ്ടോ. എന്റെ നോട്ട്ബുക്കിന്റെ ഒക്കെ ഫ്രണ്ട് പേജ് ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചോര വരും കുഞ്ഞിന്. അത് ഞാൻ അറിഞ്ഞില്ല, എനിക്കതറിയാം. അങ്ങനെ നമ്മുടെ സൂ വിസിറ്റ് ഏകദേശം കഴിഞ്ഞതാന്ന് തോന്നുന്നു. എനിക്കൊന്ന് പകുതി വീഡിയോയിൽ എൻ്റെ ചുണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം സൗണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തോട്ട് വന്നതാണ് ഗൈസ്. ഇതോടുകൂടെ നമ്മുടെ സൂ വിസിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും വരണമെങ്കിൽ ജയ്പൂരിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു നല്ലൊരു സ്പോട്ടാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഇന്ന് ദീപാവലി ആണെങ്കിൽ പോലും അത്ര ക്രൗഡഡ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ 23 റുപ്പീസാണ് പെർ പേഴ്സൺ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇപ്പോൾ വിൻ്റർ ടൈമും കൂടെ ആയതുകൊണ്ട് 9 to 5 o'clock വരെയാണ് നമുക്ക് 5 o'clock വരെയാണ് നമുക്ക് അവേഴ്സ് വരുന്നത് സൂ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം, ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വേണ്ടി പറയുന്നത് അല്ലല്ല, ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ്. എന്തൊക്കെ കണ്ടു? മാനെ കണ്ടു, മുതലേനെ കണ്ടു, വെറൈറ്റി മുതലേനെ കണ്ടു, മയിലിനെ കണ്ടു, പരുന്തിനെ കണ്ടു, മാനിനെ കണ്ടു, ചുണ്ടിങ്ങനെ ഇരിക്കുന്ന സ്വാനിയെ കണ്ടു. ഓക്കെ, അങ്ങനെ 2ാം ക്ലാസ്സിലല്ലേ അവസാനമായിട്ട് അനുമോള് സൂയിൽ പോയത്? മൂന്നിലാണെന്നാണ് എൻ്റെ. അത് സ്കൂളിലായിരുന്നോ? അല്ല, ഫാമിലി ടൂറായിരുന്നു. ഫാമിലി ടൂറിലാണ് അവസാനമായിട്ട്. എനിക്കൊന്നും ഞാൻ മൈസൂർ എപ്പോഴോ അപ്പച്ചൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂടെ ഫാമിലി ട്രിപ്പ് പോയപ്പോഴാണ് ഞാൻ അവസാനമായിട്ട് സൂ കണ്ടത്. അതിനുശേഷം എനിക്ക് സൂവിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ പോകാഞ്ഞിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണ്ടേ? ലൈക്ക് ഷെയർ പറ. ഷെയർ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യൂ. 5 മണി, അതുകൊണ്ട് നമ്മൾ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി മാം നമ്മളെ ഇറക്കി വിടുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. ബൈ. ഇവിടെ ആൽബർട്ട് ഹോൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് നമുക്ക് കുതിരപ്പുറത്ത് കയറണം എന്നൊരാഗ്രഹം നമുക്ക് തോന്നിയത്. അപ്പം നമ്മൾ ചേട്ടനോട് ചോദിക്കാൻ പോണേ എത്ര റേഞ്ച് എന്നൊക്കെ. നമുക്ക് പൊക്കിന് ഒതുക്കുന്നതാണെങ്കിൽ നമ്മൾ കയറിയിരിക്കും ഗൈസ്. എന്നിട്ട് 2 റൗണ്ടൊക്കെ പോകും ഗൈസ്. ഇപ്പോഴൊക്കെ അല്ലേ പറ്റുള്ളൂ അല്ലേ? അതെ. കുതിരപ്പുറത്ത് കയറുന്ന എനിക്ക് വലിയ ക്രൈസാണ്. നിങ്ങൾക്കറിയാം, എനിക്കെല്ലാം ഭയങ്കര ക്രൈസാണ് ഗൈസ്. ചുറ്റി കറക്കാൻ വേണ്ടിയിട്ട് അവർ 100 രൂപയാണ് പറയുന്നത്. 100 രൂപയ്ക്ക് നമുക്ക് പോവാം. 100 രൂപയല്ലേ ഉള്ളൂ. നമ്മുടെ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കുകയും ചെയ്യാം. കുതിരപ്പുറത്ത് കയറി. ആദ്യം ഞാൻ കയറി എന്താ വെച്ചാൽ അനുമോളെ കയറ്റി. അനുമോൾക്ക് ഭയങ്കര പിടി. അവൾക്ക് ഭയങ്കര വെയിറ്റ് ഉള്ളത് കൊണ്ടേ അവൾ വിചാരിച്ചിന് കുതിരയ്ക്ക് അവളെ താങ്ങാൻ പറ്റൂലെന്ന്. ആ ചേട്ടന് ഞാനും മോട്ടിവേഷൻ. അങ്ങനെ അനുമോള് കയറി. അനുമോൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പോയിന്റിൽ വെച്ച് അയാൾ സ്പീഡ് കൂട്ടിയപ്പോൾ ഒന്ന് അന്താളിച്ചു പോയി ഗൈസ്. അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല, നല്ല രസമായിരുന്നു. 100 രൂപയ്ക്ക് ആക്ച്വലി നിങ്ങൾ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കുതിരപ്പുറത്ത് കയറുന്നത്. ആൽബർട്ട് ഹോൾ മ്യൂസിയത്തിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ. കാണുമെന്നറിയില്ല, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ചേട്ടനെ തന്നെ ചെയ്യണം. ഈ ചേട്ടൻ നിങ്ങളുടെ ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ പോകണം. ആ ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, ബൈ ഗൈസ്.